സാംസങ്ങിൻ്റെ പുതിയ 2 ടാബുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് ടാബ് S7 FEയും അതുപോലെ തന്നെ സാംസങ് ടാബ് A7 ലൈറ്റും. ഇതിൽ സാംസങ് ടാബ് S7 FE വരുന്നത് 47,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് S7 FE എന്ന ടാബിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് ടാബ് S7 FEയിൽ 12.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ wqxga ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 2560x1600 ആണ്. പിന്നെ ഈ ഫോണിൽ TFT ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 47,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു TFT ഡിസ്പ്ലേ ഒക്കെ ഒഴിവാക്കിയിട്ട് AMOLED ഡിസ്പ്ലേ തന്നെ ഉപയോഗിക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പിക്സൽ ഡെൻസിറ്റി വരുന്നത് 244 pp ആണ്. 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ടാബ് വരുന്നത്. പിന്നെ ഈ ടാബിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. ടാബിൻ്റെ തിക്നെസ് വരുന്നത് 6.3 mm ആണ്. വെയിറ്റ് വരുന്നത് ഏകദേശം 608 gram ആണ്. ഈ ടാബിൽ S Pen സപ്പോർട്ട് ചെയ്യും. അതുമാത്രമല്ല ഈ ടാബിൻ്റെ ബോക്സിൽ തന്നെ S Penനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ സാംസങ്ങിൻ്റെ ടാബുകളിൽ കാണുന്ന സാംസങ് ഡെക്സ് എന്നുള്ള ഫീച്ചർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ആക്റ്റീവ് വിൻഡോ എന്നുള്ള ഫീച്ചറും ഈ ടാബിൽ വരുന്നുണ്ട്. അതായത് 3 ആപ്പുകൾ നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് അവർ കീബോർഡ് എക്സ്ട്രാ മേടിക്കാവുന്നതാണ്. അത് മേടിച്ചാൽ നമുക്ക് ലാപ്ടോപ്പ് പോലെ ഈ ഒരു ടാബ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ടാബിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിസ്റ്റിക് സിൽവർ, മിസ്റ്റിക് ഗ്രീൻ, പിന്നെ മിസ്റ്റിക് പിങ്ക്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. 47,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ മാർക്കറ്റിലെ ആൻഡ്രോയിഡ് ടാബുകളുടെ കാര്യത്തിൽ വളരെ കുറച്ച് ടാബുകൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാൻ അധികം ടാബുകൾ വരുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഐപാഡൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ടാബുകളുടെ 2 വെർഷൻസ് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 47,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ആൻഡ്രോയിഡ് ടാബിൽ നമുക്ക് 4GB റാം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 5G സപ്പോർട്ട് നമുക്ക് ഇന്ത്യയിൽ കിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇത് LTE വെർഷൻ ആയിരിക്കും. അതായത് 4G സപ്പോർട്ട് മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. ഇതിൽ 5G ലോക്ക്ഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടാബിൽ AKG ട്യൂൺ ചെയ്തിട്ടുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള One UI 3.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 8 മെഗാപിക്സലിലെ ക്യാമറയാണ് ഈ ടാബിൻ്റെ പിന്നിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ടാബിൽ 10,090 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ മികച്ച ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ബോക്സിൽ നമുക്ക് 45 വാട്ടിൻ്റെ ചാർജർ കിട്ടില്ല. ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 45 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചാർജർ മേടിക്കേണ്ടി വരും. പിന്നെ ഈ ടാബിൽ Type C ചാർജിങ് പോർട്ടാണ് വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 46,999 രൂപയാണ്. 6GB റാം വെർഷൻ്റെ വില വരുന്നത് 50,999 രൂപയാണ്. ജൂൺ 23 മുതലാണ് ഈ ടാബിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4,000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു ടാബ് എന്നൊന്നും പറയാൻ പറ്റില്ല. AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. ഈ ടാബിൻ്റെ വില കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വില കുറച്ചും കൂടി കുറയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കണം പല ബ്രാൻഡുകളും അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ നല്ല സ്പെസിഫിക്കേഷനുമായിട്ട് വരുന്ന ടാബുകൾ ലോഞ്ച് ചെയ്യാത്തത്. കൂടുതൽ കോമ്പറ്റീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസിങ്ങിൽ നല്ല സ്പെസിഫിക്കേഷനുമായിട്ട് വരുന്ന ടാബുകൾ കിട്ടിയേക്കാം. എന്തായാലും അങ്ങനെ നല്ലൊരു കോമ്പറ്റീഷൻ വരുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം.